സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് താലാർ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കുറേ ഗ്രൂപ്പിൻ്റെയൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. ഓൾറൈറ്റ്, നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കാം. സെൻസെക്സ് 80,000-ലെത്തിയിരിക്കുന്നു. നെക്സ്റ്റ് പോകുന്നത് 90,000-ൽ. 2024 തന്നെ ഈ 90,000 ടച്ച് ചെയ്യും എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. അതേപോലെ നിഫ്റ്റി 24,000 കടന്ന് ഇനി 24,500, അത് കഴിഞ്ഞ് 25,562 എന്നൊരു ടാർഗറ്റിലേക്കാണ് 2024 നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അടിപൊളി മുന്നേറ്റമാണ് വരാൻ പോകുന്നത്. പക്ഷേ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്കാണ് ഏറ്റവും സുരക്ഷിതമായിട്ട് ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക. ലോങ് ഹോൾഡിംഗ് ഉള്ളവർക്ക് പലപ്പോഴും താഴോട്ട് ഇറങ്ങി വരുമ്പോൾ പേടിച്ചിട്ട് പൊസിഷൻ കട്ട് ചെയ്യും. അപ്പോൾ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. ചിന്തിച്ച് നിൽക്കുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റ് തിരിച്ച് കയറിപ്പോവും. അപ്പോൾ നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ പല അബദ്ധങ്ങളും പറ്റും. പിന്നെ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തവർക്കും അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും കിട്ടാൻ സാധ്യതയുണ്ട്. സ്വിംഗ് ട്രേഡുകൾ അല്ലെങ്കിൽ ഇടക്കാല ആശ്വാസത്തിന് വേണ്ടി ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ പണി കിട്ടാനാണ് സാധ്യത. എന്തായാലും നല്ലൊരു മുന്നേറ്റത്തിനാണ് ഇന്ത്യൻ മാർക്കറ്റ് തയ്യാറാവുന്നത്. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങളുടെ കീശയിലേക്കും ഇതിൻ്റെ ഒരു ഭാഗം എത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുക. ഓൾറൈറ്റ്, ഇനി സീറോ ബ്രോക്കറേജ് എന്ന ഒത്തിരി ബ്രോക്കേഴ്സ് ഇപ്പോൾ ഈ ഒരു സൗകര്യം കൊടുക്കുന്നുണ്ട്. ബ്രോക്കറേജ് ഇല്ല എന്ന ഒരു പ്രത്യേകത. പക്ഷേ അതിന് എന്താ പറയുക, ഒരു അവസാനം ആവുകയാണ്. FNO ട്രേഡിൻ്റെയും ഒക്കെയുള്ള ചാർജസ് വർദ്ധിപ്പിക്കാൻ പോവാണ്. സോ സീറോ ബ്രോക്കറേജ് എന്ന ആ ഒരു രീതി ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ബ്രോക്കറേജ് ചാർജ് ഇല്ലാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത ആൾക്കാർ നമ്മളൊക്കെ ആയിരിക്കും. ഇനി അതുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ദെൻ ഇന്ന് ഇന്ത്യൻ രൂപയുടെ മൂല്യം 4 പൈസ ഇടിഞ്ഞു. അങ്ങനെ 83-52 വരെ അത് എത്തിയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ വൈകുന്നേരം ഞാൻ കളക്ട് ചെയ്ത് വെച്ച പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ്. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഡോ ജോൺസ് ഇപ്പോൾ ജസ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ആയതേ ഉള്ളൂ, പ്രോപ്പർലി അപ്ഡേറ്റ് ആയിട്ടില്ല. US മാർക്കറ്റ് എന്തായാലും ഗ്രീനിലാണ്. യൂറോപ്യൻ മാർക്കറ്റും ക്ലിയർലി ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി 24,382 ട്രേഡിംഗ് നടക്കുന്നത്. 3 പോയിന്റ് റെഡിലാണ്. നിക്കിയും ഹാങ്സെങ്ങും ക്ലിയർലി ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 168 പോയിന്റിന്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഇൻട്രാഡേയിൽ 102 പോയിന്റ് അഥവാ 0.42% മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 24,292 നിന്ന് 5 പോയിന്റ് നഷ്ടത്തിൽ 24,287 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി 50-ലുള്ള 50 സ്റ്റോക്കുകളിൽ 31 ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 19 നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. ടാറ്റ കൺസ്യൂമർ, അദാനി പോർട്സ്, കൊട്ടാക് ബാങ്ക്, HDFC ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും നിഫ്റ്റിയിൽ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചത്. അതേസമയത്ത് TCS, ടൈറ്റൻ, റിലയൻസ്, ടാറ്റ മോട്ടോഴ്സ് ഇതൊക്കെ തന്നെ നല്ല രീതിയിൽ ഇടിയുകയും ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയിൽ കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് 904 പോയിന്റ് അഥവാ 3.87% ഒരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. 4 ദിവസം മുൻപ് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഏകദേശം 4% ഒരു മുന്നേറ്റം. സൂപ്പറാണ് അത് കൊടുത്തിരിക്കുന്നത്. ഈ മാസത്തിൽ ജൂലൈ മാസത്തിൽ 294 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ വിക്സ് 3.15% കുറഞ്ഞിട്ട് 13.21 ഇന്ന് ക്ലോസ് ചെയ്തു. നിഫ്റ്റിയിൽ ഇന്ന് നോർമൽ CPR ആയിരുന്നു. അതേപോലെ ഇന്ന് പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല എന്നുള്ളതും നാളത്തേക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 216 പോയിന്റ് ലാഭത്തോടു കൂടി 53,089 ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റി 76 പോയിന്റ് ലാഭത്തോടു കൂടി 23,924 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 26 പോയിന്റ് നഷ്ടത്തിൽ 79,987 ക്ലോസ് ചെയ്തു. ദെൻ മിഡ് ക്യാപ്പ് 15 പോയിന്റ് ലാഭത്തിൽ 12,299 ക്ലോസ് ചെയ്തു. ഇത്രയാണ് മറ്റ് ഇൻഡെക്സുകളെ കുറിച്ച് പറയാനുള്ളത്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $83.05 കുറഞ്ഞിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. $2,348 ഇന്നത്തെ റേറ്റ്. USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ 83 രൂപ 52 പൈസയാണ് ഒരു $1 ഇന്നത്തെ വിനിമയ നിരക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 5,483 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തിരിക്കുന്നത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 924 കോടിയുടെ നെറ്റ് സെല്ലിങ്ങുമാണ് ചെയ്തിരിക്കുന്നത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 4,559 കോടിയുടെ ബൈയിങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് നടന്നിരിക്കുന്നത്. ജൂലൈ മാസത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3,057 കോടിയുടെ ബൈയിങ്ങും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3,641 കോടിയുടെ ബൈയിങ്ങുമാണ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ 6,698 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ ഈ മാസം ജൂലൈ മാസത്തിൽ ഇതുവരെയായിട്ട് നടന്നിരിക്കുന്നത്.
ഞങ്ങളുടെ പ്രധാനപ്പെട്ട സെക്ടറുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് ഇന്ന് 2.02% ഉയർന്ന മുന്നേറ്റം രേഖപ്പെടുത്തി. അതേസമയത്ത് നിഫ്റ്റി മീഡിയ 0.39% നെഗറ്റീവ് ക്ലോസിംഗും രേഖപ്പെടുത്തി. നിഫ്റ്റി മീഡിയ ഒഴികെ ബാക്കി എല്ലാ സെക്ടറുകളും ഇന്ന് ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. ETF വരികയാണെങ്കിൽ ബാങ്ക് ബീസ് ഇന്ന് 1.26% ഉയർന്ന ലാഭം രേഖപ്പെടുത്തി. ഓട്ടോബീസ് ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓട്ടോബീസ് മാത്രമാണ് ഇന്ന് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് PFC 5.22% ഉയർന്ന ലാഭം രേഖപ്പെടുത്തിയപ്പോൾ അശോക് ലൈലാൻഡ് 2.06% ഉയർന്ന നഷ്ടവും രേഖപ്പെടുത്തി. PFC REC ലിമിറ്റഡ്, ബന്ധൻ ബാങ്ക്, ദെൻ ഫെഡറൽ ബാങ്ക്, ടാറ്റ കൺസ്യൂമർ, ചോല ഫിനാൻസ്, IDFC ഫസ്റ്റ് ബാങ്ക്, അദാനി പോർട്സ്, ICICI, GI, എംഫസിസ്, കൊട്ടക് ബാങ്ക്, ICICI പ്രൂലി തുടങ്ങിയ സ്റ്റോക്കുകളാണ് ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചിരിക്കുന്നത്. അതേസമയത്ത് അശോക് ലൈലാൻഡ്, TCS, AU ബാങ്ക്, ദെൻ ടൈറ്റൻ, TVS മോട്ടോഴ്സ്, ആസ്ട്ര DM, ജൂബിലന്റ് ഫുഡ്സ്, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, റിലയൻസ്, ഇൻഹോട്ടൽ, ട്രെൻഡ്, മുത്തൂറ്റ് ഫിനാൻസ് ഈ സ്റ്റോക്കുകളൊക്കെ ഉയർന്ന നഷ്ടത്തിലും ക്ലോസ് ചെയ്തിട്ടുണ്ട്. NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1479 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 868 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയുടെ PCR 1.13 ആയി വർദ്ധിച്ചിട്ടുണ്ട്. ഇത് ക്ലിയർലി ഒരു ബുള്ളിഷ് മോഡാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്. 24,287 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 78 പോയിന്റ് മുകളിലായിട്ട് 24,365 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. 24,500 ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഉള്ളത്. 1,03,00,000 കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് 24,000 ഹയസ്റ്റ് പുട്ട് റേറ്റിംഗും വന്നിട്ടുണ്ട്. 1,25,00,000 പുട്ടാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.11 ആണ്. ഇതും ക്ലിയർലി ബുള്ളിഷാണ് സൂചിപ്പിക്കുന്നത്. 53,089 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 5 പോയിന്റ് മുകളിലായിട്ട് 53,094 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. 53,500 ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഉള്ളത്. 13,00,000 കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. 53,000 14,00,000 പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നാളെ റിസൾട്ട് വരാനുള്ള കമ്പനികളൊന്നും തന്നെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ ബാലൻസ് ഓഫ് ട്രേഡ്, USA ഇൻഡിപെൻഡൻസ് ഡേ, ജപ്പാൻ 30-year JGB ഓപ്ഷൻ, ജർമ്മനി ഫാക്ടറി ഓർഡേഴ്സ് മന്ത് ഓൺ മന്ത്, UK S&P ഗ്ലോബൽ കൺസ്ട്രക്ഷൻ PMI ഇത്രയും ഈവൻറ്റുകളാണ് നാളത്തേക്ക് വരാനുള്ളത്. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. അപ്പോൾ ഒരു താഴെ നിന്നുള്ള മുകളിലോട്ടുള്ള അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ റേഞ്ചിൻ്റെ പുറത്താണ് ഇന്നത്തെ മൂവ്മെൻറ്റ് കിട്ടിയത് എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ കുറേ ദിവസത്തെ മാർക്കറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും. ആദ്യത്തെ അരമണിക്കൂറിൽ മാക്സിമം മൂവ്മെൻറ്റ് കൊടുക്കുക, അതിനുശേഷം ഒരു കൺസോൾട്ടേഷനിലേക്ക് പോകുക എന്നുള്ളതാണ് ഒട്ടുമിക്ക ഇൻഡെക്സുകളും ഇപ്പോൾ കാണിച്ചു വരുന്ന ഒരു സ്വഭാവം. ആദ്യത്തെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ നേരം നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും. അതോടുകൂടി അത് കൺസോൾട്ടേഷനിലേക്ക് പോകും. അതാണ് കണ്ടുവരുന്ന ഒരു രീതി. സോ ഇവിടെ ഓപ്ഷൻ ബയറിനും സെല്ലറിനും സാധ്യതകളുണ്ട്. കാരണം 9:15 എൻട്രി എടുക്കുന്നവർക്ക് 10 മണിയോടുകൂടി ഓപ്ഷൻ ബയറിന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാൻ പറ്റും. അതേസമയത്ത് 10 മണിക്ക് ശേഷം ഓപ്ഷൻ സെല്ലേഴ്സ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അവർക്ക് കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് തന്നെ TDKയുടെ ആ ഒരു ഗെയിൻ അവർക്കും കിട്ടും. എന്തായാലും നല്ലൊരു രീതിയിലാണ് മാർക്കറ്റ് പോകുന്നത്. ഇനി ഓവറോൾ മാർക്കറ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഏറ്റവും മുകളിൽ പോയിട്ട് ഒരു കുരിശ് വരച്ച് വെച്ചിട്ടുണ്ട്, ഒരു ഡോജി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി മോസ്റ്റ് പ്രോബബ്ലി നാളെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ രീതിയിലുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരും. അവിടെ നിന്ന് അങ്ങനെ ഒരു ഗ്രീൻ ക്യാൻഡിൽ നാളെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ദിവസം പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കും വരിക. ഈ ഒരു ക്യാൻഡിൽ ഇങ്ങനെ ഇന്നത്തെ ഈ ഡോജിക്ക് ശേഷം അതിനേക്കാൾ മുകളിലേക്കും താഴേക്കും വരുന്ന രീതിയിൽ വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ നാളെ ഫോർമേഷൻ വരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ വരികയാണെങ്കിൽ മറ്റന്നാൾ മുതൽ പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു സമയമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇതൊന്ന് കെയർഫുള്ളായിട്ട് നിങ്ങൾ നോക്കി വെക്കുക. സെൻസെക്സിലും അത് തന്നെയാണ് നാളെ വരാനുള്ള ഒരവസ്ഥ. മിഡ് ക്യാപ്പിൽ അങ്ങനെ ഒരു സിഗ്നൽ കാണില്ല. കുറേ ദിവസമായിട്ട് അതൊരു കൺസോൾട്ടേഷനിലാണ്. സോ കൺസോൾട്ടേഷനിൽ നിന്ന് നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടണം. ഗ്രീൻ ക്യാൻഡിലാണ് ഞാനിവിടെ പറഞ്ഞത് കേട്ടോ. നിഫ്റ്റിയിൽ ഞാൻ വരച്ചത് റെഡ് കളറിലാണെങ്കിലും ഗ്രീൻ ക്യാൻഡിലാണ് അവിടെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. നാളെ ഇന്നത്തെ ഡേ ലോ തൊട്ട് അതിൻ്റെ ഇന്നത്തെ ഡേ ഹൈ കട്ട് ചെയ്യുന്ന രീതിയിൽ വലിയ ബോഡിയുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ വരികയാണെങ്കിൽ അടുത്ത ദിവസം പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും എന്ന് നമുക്ക്. കാരണം കഴിഞ്ഞ മാസം റാസ് ലെവൽസ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അറിയില്ല, 24,410 നമുക്ക് ടാർഗറ്റ് തന്നിരുന്നത്. അപ്പോൾ 24,309 വരെ എത്തിയിട്ടുണ്ട്. ഇനി ഒരു 100 പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നമുക്ക് അതിൽ കിട്ടാനുള്ളത്. സോ അതിനുശേഷം ഒരു പുൾ ബാക്ക് വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് ഇന്ത്യൻ മാർക്കറ്റ് അതി പവർഫുള്ളായിട്ട് മുകളിലോട്ട് തന്നെ പോകാനുള്ളതാണ്. പക്ഷേ ഞാൻ പറയുന്ന ഇടക്കാലത്ത് ഒരു 3-4 ദിവസം താഴോട്ട് വന്ന് ഒരു പുൾ ബാക്ക് എടുത്ത് വീണ്ടും അതൊരു ബ്രേക്ക് ഔട്ട് തന്ന് അങ്ങനെ മാർക്കറ്റ് കയറി പോകുള്ളൂ. ഇതുവരെയുള്ള ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും.
സോ ഫിനാൻസ് സെക്ടർ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ടിലാണ് നിൽക്കുന്നത്. ഇത് പ്രോപ്പർലി ഒന്ന് ബ്രേക്ക് ഔട്ട് ആയിക്കഴിഞ്ഞാൽ ഒരാൾക്കും പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റമായിരിക്കും ഇതിനകത്ത് കിട്ടുക. ചിലപ്പോൾ 1000-2000 പോയിൻ്റൊക്കെ ഒറ്റയടിക്ക് അത് കയറിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റി ഫിനാൻസ് സെക്ടറിൽ ബാങ്ക് നിഫ്റ്റിയിൽ ബാങ്ക് എക്സിൽ ഉണ്ട്. ഫിൻ നിഫ്റ്റിയിൽ ഓൾറെഡി ഇന്ന് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. കാരണം കുറേ ദിവസം ഈ ഒരു കൺസോൾട്ടേഷനിൽ ഉണ്ടായ മാർക്കറ്റ് ഇന്ന് അതിൻ്റെ മുകളിലൊരു ഗ്രീനിൽ നമുക്കൊരു സിഗ്നൽ തന്നിട്ടുണ്ട്. നാളെ ഇതിൻ്റെ ക്ലോസിങ്ങിൻ്റെ മുകളിൽ ഓപ്പണിംഗ് വന്ന് മുകളിലോട്ടൊരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക് ഔട്ട് കൺഫേംഡ് ആണ്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ബാങ്ക് നിഫ്റ്റിയിൽ ഓൾറെഡി ഒരു ഹൈ വന്നതാണ്. ആ ഹൈനെ പുൾ ബാക്ക് പോയി എന്നിട്ട് വീണ്ടും ആ ഹൈനെ ടച്ച് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് റിവേഴ്സലാണെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി പോവാം, അല്ലെങ്കിൽ നാളെ ഗ്രീൻ ക്യാൻഡിൽ കത്തി മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. സോ അതിനായിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇനി കഴിഞ്ഞ വീഡിയോയിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ ഈ ട്രേഡേഴ്സ് അരീന എന്നുള്ള ഈ ചാനൽ 11,700 പേരാണ് ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് 1 മില്യൺ സബ്സ്ക്രൈബർ ആവുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങളതിന് കൂട്ടുനിൽക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അഹങ്കാരമായെങ്കിൽ ക്ഷമിക്കുക. ഇന്നലത്തെ വീഡിയോ 1145 പേരാണ് കണ്ടിട്ടുള്ളത്. വിജയകുമാർ തെറ്റിക്കാട്ടിൽ പറഞ്ഞ പേപ്പർ ട്രേഡിങ്ങിൻ്റെ സ്ക്രീൻഷോട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു. അത് കാണിക്കുന്നത് ചിലർക്കെങ്കിലും ഉപകാരമായിരിക്കും എന്ന് തോന്നുന്നു. ആർക്കെങ്കിലും ഒരു പ്രോത്സാഹനമായി തീരുമെങ്കിൽ അത് നന്നായിരിക്കും. ഞാൻ ഇന്നും എന്താ പറയുക PNLൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചിട്ടില്ല. അതിൽ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ വർക്കൗട്ട് ആയിരുന്നെങ്കിൽ റിയൽ ട്രേഡിൻ്റെ PNL കാണിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അത് ചെറിയ കാരണങ്ങൾ കൊണ്ട് ഒന്നുകൂടെ ഡിലേ ആയി. ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ വീണ്ടും റിയൽ ട്രേഡിൻ്റെ PNL നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ദെൻ മാത്യു ജോർജ്, നെക്സ്റ്റ് ഡേയിലേക്കുള്ള ഇൻട്രാഡേ സ്റ്റോക്സ് കൂടി പറയാമോ? ഐ എം എ ബിഗിനർ. ഓക്കെ, ഞാനത് ശ്രമിക്കാം. ഇന്ന് ഞാൻ എല്ലാ ദിവസവും രാവിലെ പറയുന്നുണ്ടല്ലോ ന്യൂസിൽ. അതായത് നിങ്ങൾ മെയിനായിട്ട് മണി കൺട്രോളോ അല്ലെങ്കിൽ ഏത് സൈറ്റുകൾ നോക്കിയാലും അതിനകത്ത് ന്യൂസിൽ ഏതെങ്കിലും സ്റ്റോക്കിൻ്റെ പേര് പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് എഴുതി വെച്ചോളൂ. അത് തന്നെയായിരിക്കും നാളത്തേക്കുള്ള ഇൻട്രാഡേ ട്രേഡ് ചെയ്യാനുള്ള സ്റ്റോക്കുകൾ. നവാസ് പക്കാട, ഓപ്ഷൻ ട്രേഡ് ചാർജ് കൂടുമ്പോൾ ഇക്വിറ്റി സ്വിങ്ങിന് കൂടുതൽ ആളുകൾ വരാൻ സാധ്യത. ഇക്വിറ്റി സ്വിങ്ങിലേക്ക് വരും. കൂടാതെ മ്യൂച്വൽ ഫണ്ടിലേക്കാണ് ഏറ്റവും കൂടുതൽ പണം ഒഴുകാൻ പോകുന്നത്. കാരണം ടെൻഷൻ ഇല്ലാതെ ഒരു മിനിമം പ്രോഫിറ്റിൽ പോകാൻ പറ്റും എന്നുള്ളത്. പ്രിൻസ് ജോൺ പറഞ്ഞത് ഓർഡർ സൈസ് സംബന്ധിച്ച് സംശയം ചോദിച്ച ആളിന് ഇത് ഇന്നലത്തെ ബാക്കിയാണോ? ഇന്നലെ ആരോ എന്നെ വിമർശിച്ചിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിയാണെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. ആളിന് ആവശ്യം അതിനുള്ള ഉത്തരം മാത്രമാണ്. അതായത് ഓർഡർ സൈസ് സംബന്ധിച്ച് സംശയം ചോദിച്ച ആളിന് ആവശ്യം അതിനുള്ള ഉത്തരം മാത്രമാണ്. അതുവരെയും ശരിയാണ്. പക്ഷെ അത് ഉപദേശിക്കാനുള്ള അവസരം ആക്കി യമണ്ടൻ ഉപദേശം കൊടുക്കാത്തത് മോശമായി പോയി. അയ്യോ, അതിനിടയിൽ ഞാൻ എന്തിനാ ഉപദേശിക്കാൻ നിൽക്കുന്നേ? അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് മറുപടി പറഞ്ഞ എന്ന് സൈഡിൽ നിന്ന ആള്. അത് ശരി, ഓക്കെ. ഇന്നലെ കമൻ്റ് ഇട്ട ആളിനാണ് ഇദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്നാ കൊടുമേ സാർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എന്തായാലും ഇദ്ദേഹം എന്താ പറയുക, എനിക്കിട്ടല്ല ഗോളടിച്ചത്, ഇദ്ദേഹം ഇന്നലെ കമൻറ്റ് ചെയ്ത ആളിനിട്ട് ഗോളടിച്ചാണ്. എനിവേ, കമ്മിങ് സൂൺ. ഇതെന്താ പറഞ്ഞത്? അൻഷാ ഫാഷൻ, ഇയാളെ തള്ളും കേട്ട് ആരും പോയി തലവെക്കല്ലേ. എവിടെയെങ്കിലും ഞാൻ തലവെക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ലോസ് റിക്കവർ ചെയ്യാൻ പോയ എൻ്റെ ലോസ് ഡബിളായി. ആണോ? അയ്യോ. അല്ല, നമ്മൾ ലോസ് ഒരു ലിമിറ്റ് വയ്ക്കില്ലേ? ആ ലോസിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ നമ്മളതിനെ പിന്നെങ്ങനെയാണ് നിങ്ങളുടെ ലോസ് ഡബിൾ ആവുക? എന്തായാലും അദ്ദേഹത്തിന് ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഖേദകരമായ ഒരു കാര്യം ആയിപ്പോയി. ഇയാളെ തള്ളും കേട്ട് ആരും പോയി, ഞാൻ എവിടെയെങ്കിലും ആരെങ്കിലും കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ട്രേഡ് ചെയ്യാനോ എന്തെങ്കിലും പറയുന്നുണ്ടോ? അൻഷാ ഫാഷൻസ്. സുഹൃത്ത്, ഞാൻ ഒരാളോടും എവിടെയും പോയി ഒരു ട്രേഡ് ചെയ്യുന്നവർക്ക് ലോസ് വരാതിരിക്കാൻ വേണ്ടി പരമാവധി എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതല്ലാതെ ഏതെങ്കിലും ബ്രോക്കേഴ്സിനെ സജസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിലേക്ക് ഗോൾഡ്, ഫ്യൂച്ചർ, ഫോറക്സ് ഇങ്ങനെ പറഞ്ഞ് ഏതെങ്കിലേക്ക് ആൾക്കാരെ തള്ളിക്കൊണ്ടുപോകുക, ആരെങ്കിലും അതിലേക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയോ ഒന്നും ഞാൻ ചെയ്യാറില്ല. ഇതിനകത്ത് വന്ന് പെട്ടുപോയവരെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ സഹായിക്കുക എന്നത് മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളത്. ഒരാളെയും എന്നെ വിളിക്കുന്നവരോട് പോലും ഞാൻ പറയാറുള്ളത് 2 വർഷമെങ്കിലും സ്റ്റോക്ക് ട്രേഡിങ് ചെയ്ത് ഒരു പഴക്കം വന്നിട്ട് നിങ്ങൾ ഓപ്ഷൻസിലേക്കൊക്കെ പോയാൽ മതി എന്നാണ് പറയാറുള്ളത്. പരമാവധി ഞാൻ സ്റ്റോക്കിൽ ETF-ലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നവരോട്.
അപ്പോൾ ആ രീതിയിൽ പറയുന്ന എനിക്കിട്ട് തന്നെ ഇദ്ദേഹം മൻഷാ ഫാഷൻസ് ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് അദ്ദേഹത്തിന് ഒന്ന് പറഞ്ഞു കൊടുക്കണേ. ഞാൻ ഈ രീതിയിൽ ഒരാളെയും ഒരു കാര്യത്തിനും അതായത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടന്നു വരാൻ ഒരാളെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. അവർ വന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നേ ഉള്ളൂ. ആരെങ്കിലും ഇതിൽ ഞാൻ പറയുന്നത് തെറ്റായി തോന്നുന്നുണ്ട്, ദയവായിട്ട് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ട് ഒന്ന് കറക്റ്റ് ചെയ്യാം. ഞാൻ പറയുന്നത് തെറ്റാണോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് റോങ് ആണോ എന്നുള്ളത്. ഇന്ന് രാവിലത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ എന്തായാലും ഇത് എന്നുള്ള ഒരു മൂഡ് പോയി. അദ്ദേഹത്തിൻ്റെ കമൻറ്റ് അൻഷാ ഫാഷൻസ്, ഞാൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് രാവിലത്തെ വീഡിയോസ് 693 പേരാണ് കണ്ടിട്ടുള്ളത്. എല്ലാവരോടും താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നാളെ രാവിലെ കണ്ടുമുട്ടാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ.